ഇപ്പോ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചു, കോൺഗ്രസ് 100 വീട് പ്രഖ്യാപിച്ചു, യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. 230 വീടുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. എവിടെയെങ്കിലും വീട് കൊടുത്തു. പ്രതിപക്ഷ നേതാവ് 30 സെക്കൻഡ് കൊണ്ട് 300 വീട് വായുവിൽ ഉണ്ടാക്കി കൊടുത്തു. അതല്ലാതെ ദുരന്തബാധിതർക്ക് കിട്ടിയോ ഈ വീട്? അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താ? കർണാടക സർക്കാർ കൊടുത്തു. എന്തൊരു അപഹാസ്യമാവുന്ന വർത്തമാനമാണ് പറയുന്നത്. കോൺഗ്രസ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ കർണാടക സർക്കാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ടല്ലോ. ഏത് ദുരന്തം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനെല്ലാം പരസ്പരം സംസ്ഥാന സർക്കാരുകൾ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ചൂരൽമല ദുരന്തത്തിന് ആന്ധ്ര ഗവൺമെന്റ് കൊടുത്തു 10 കോടി. ഇപ്പം പറയുന്നത് കേട്ടു വലിയ എമൗണ്ടിനെ കുറിച്ചൊക്കെ. കർണാടക സർക്കാർ ഇപ്പോ നൽകിയത് 10 കോടിയാണ് നൽകിയിട്ടുള്ളത്. ആന്ധ്ര സർക്കാരും 10 കോടി നൽകിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ 5 കോടി നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ അനുഭവമാണ്. മറ്റു ചില സംസ്ഥാന സർക്കാരുകളും നൽകിയിട്ടുണ്ട്. അതൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണോ ഈ മറ്റ് സംസ്ഥാന സർക്കാരുകൾ നൽകിയത്? ഇനി അതല്ല, നമുക്ക് തന്നെ അറിയാമല്ലോ വിവിധ. ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ ഒഡീഷയിൽ ചുഴലിക്കാറ്റുണ്ടായി. കേരളത്തിലെ സംസ്ഥാന സർക്കാർ നൽകിയത്, ഒഡീഷയ്ക്ക് നൽകിയത് 10 കോടിയാണ്. ഉത്തരാഖണ്ഡിലെ ദുരന്തത്തിന് നൽകിയത്, ചെന്നൈയിൽ ഇതുണ്ടായപ്പോൾ നൽകിയത്. ഇതിലെല്ലാം സംസ്ഥാന സർക്കാരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. അത് സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്നതാണ്. ഇത് പുതിയ സംഭവമല്ല. കർണാടക സർക്കാർ തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയിൽ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയിൽ തമിഴ്നാട് നൽകിയിട്ടുണ്ട്, ആന്ധ്രാപ്രദേശ് നൽകിയിട്ടുണ്ട്. ഇത് നേരെ തിരിച്ച് മറ്റു പല ദുരന്തം ഉണ്ടായപ്പോ കേരളത്തിലെ ഗവൺമെന്റ് അങ്ങോട്ടും പല ദുരന്തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ പൊതുവെ സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. അത് കോൺഗ്രസ് ആണ് നൽകിയതെന്ന് പറയുക എത്രമാത്രം അപഹാസ്യമാണ്. പിരിച്ച പണം എവിടെ? അതാണല്ലോ ഇവർ പറയേണ്ടത്. കോൺഗ്രസ് പിരിച്ച പണം എവിടെ? ഇപ്പോഴും പറയുന്നില്ലല്ലോ. 1.5 വർഷക്കാലം കോൺഗ്രസ് ആ പണം എന്ത് ചെയ്തു? സിദ്ദിഖ് MLA എന്ന രൂപത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് ഉത്തരവാദിത്വം. അദ്ദേഹം ഈ പണം പിരിക്കുന്ന സമയത്ത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ കൂടെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസിന്റെ ജില്ലയിലെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു അദ്ദേഹം ആ സമയത്ത്. ഏറ്റവും പ്രധാന നേതാവ് അദ്ദേഹമായിരുന്നു ആ സമയത്ത്. സ്വാഭാവികമായിട്ടും ആ പണം പിരിച്ചതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. 1.5 വർഷക്കാലം എന്ത് ചെയ്തു? ഞാൻ വളരെ ഉത്തരവാദിത്തത്തോട് കൂടി പറഞ്ഞു, ഇത് ദുരുപയോഗം ചെയ്തോ എന്ന് വ്യക്തമാക്കണമെന്ന്. കാരണം 1.5 വർഷമായി എത്ര പണമാണ് ഇവർ പിരിച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടില്ല ഇവർക്കാർക്കും. ഇനി ഇപ്പൊ വന്നിട്ട് ഇത്ര തുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാനല്ലേ പറ്റൂ. ഇപ്പൊ DYFI പണം ശേഖരിച്ചു. ഓരോ യൂണിറ്റ് കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും നൽകിയ പണം ഞങ്ങൾ അന്നേരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. 65 ലക്ഷത്തിലധികം രൂപ വയനാട് ജില്ലയിൽ നിന്ന് മാത്രം ശേഖരിച്ചിട്ട് പബ്ലിഷ് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണം, ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. ഓരോ യൂണിറ്റ് കമ്മിറ്റിയും നൽകിയ പൈസ എത്രയാണ്? കോൺഗ്രസ് ആകെ പിരിച്ച പണം എത്രയാണ് ഇതുവരെ അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇതാണ്. അപ്പൊ ആ രൂപത്തിൽ ഈ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയങ്ങളുണ്ട്. അതിനെയെല്ലാം മറികടാൻ വേണ്ടി വ്യാജ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാൽ അതുകൊണ്ട് വിലപ്പോവുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അത് വിലപ്പോകാൻ വേണ്ടി പോകുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവര് ഇതിനെല്ലാം എതിർത്തവരാണ്. ഇപ്പോ ഈ ദുരിതാശ്വാസ നിധിയെ KPCCയുടെ പ്രസിഡന്റ് തന്നെ അതിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ്. അവരാണ് ഇപ്പോ ഇതിന്റെയെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് പറയുന്നത്. അത് അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ള കാര്യം. ഇവിടെയുള്ള വിഷയം കൽപ്പറ്റ MLAക്ക് കൽപ്പറ്റയുടെ വികസനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കൽപ്പറ്റയിൽ ഒരു വികസനവും എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും വികസനം നടത്തിയതായി പറയാൻ പറ്റും? ഇപ്പോ വയനാട് പാക്കേജിനെ കുറിച്ച് അദ്ദേഹം വലിയ രൂപത്തിൽ വിമർശനം നടത്തുന്നു. എന്നാൽ വയനാട് പാക്കേജിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുക എന്നതല്ലാതെ എടുത്തു പറയാൻ പറ്റുന്ന എന്ത് പദ്ധതിയാണ് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത്? അദ്ദേഹം അത് വ്യക്തമാക്കാൻ തയ്യാറാവണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും പറയാനില്ലാത്തപ്പോ വ്യാജ വീഡിയോ നിർമ്മിച്ച് കോൺഗ്രസിന്റെ സൈബർ പോരാളികളുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം തരം താഴ്ന്നിരിക്കുന്നു. അത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്, ജനപ്രതിനിധിക്ക് ചേരാത്ത കാര്യമാണ്.